ജീവിതത്തിൽ ആദ്യമായിട്ട് ചാമക്കാവ് അമ്പലത്തിൽ പൂരംകുളി കാണാൻ വേണ്ടി പോയെന്ന്. പൂരം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് കരിവള വെക്കുന്നതും അതുപോലെ തന്നെ കാമന ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് പൂടുന്നതെല്ലാമാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം വലിയ കുഞ്ഞായതുകൊണ്ട് തന്നെ പൂരത്തിന് പൂരക്കുഞ്ഞായിട്ട് വീട്ടിൽ ആരുമില്ല. എന്നാലും എനിക്ക് പൂരത്തിന് കരിവള ഇടുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ കരിവള വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പൂടാൻ പറ്റിയിട്ടില്ലെങ്കിലും കാമനാക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് പൂരംകുളി കാണാൻ പോയിട്ടുണ്ടെന്നുള്ള ഒരു സംതൃപ്തി ഉണ്ട് എനിക്ക്. അങ്ങനെ ചാമക്കാവിൽ പോയി രാവിലെ തന്നെ 9 മണിക്ക് പൂരംകുളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭഗവതിന്റെ തിടമ്പെടുത്ത് നമ്മൾ കൊളക്കരയിലേക്ക് പോവുകയെന്ന് നമ്പൂരിന്റെ പിറകെ നമ്മൾ നടന്നു പോയി. അങ്ങനെ അവിടെ കുറച്ച് പൂജയിലുണ്ട്. പൂജ കഴിഞ്ഞിട്ടാകുമ്പോൾ ഭഗവതിന്റെ തിടമ്പെടുത്ത് കുളത്തിൽ മുങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു അമ്പലത്തിൽ മാത്രമല്ല പല അമ്പലങ്ങളിലും ഇങ്ങനെ പൂരംകുളി എന്ന് പറഞ്ഞിട്ട് പല ചടങ്ങുകളും ഉണ്ട്. അങ്ങനെ കുളത്തിലെ പൂജയെല്ലാം കഴിഞ്ഞ് ആടുന്ന് വേറെ ഒരു പൂജയിലുണ്ട്. അത് കഴിഞ്ഞ് കർപ്പൂരം കണ്ട് നമ്മൾ നേരെ അരയാലിൻ്റെ അടുത്തേക്ക് പോവുകയെന്ന്. അരയാലിൻ്റെ അടുത്തും കുറച്ച് പൂജയും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. സമയം ഒരു 11 മണിയെല്ലാം നമുക്ക് വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.